ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ 3rd ചാപ്റ്ററിൻ്റെ ബാലൻസാണ് പറയുന്നത്. പേജ് നമ്പർ 56 നമ്മളോട് ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്. ഫോം എ ഗ്രൂപ്പ് ഓഫ് 2 ചിൽഡ്രൻ ഏജ്. കുട്ടികൾ 2 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പുകളാവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടേക്ക് റെസ്റ്റ് ഫോർ 5 മിനിറ്റ്. 5 മിനിറ്റ് എന്ത് ചെയ്യുക, റെസ്റ്റ് എടുക്കുക. ബോത്ത് ഓഫ് ദം റെക്കോർഡ് ദ നമ്പർ ഓഫ് ഇൻസ്പിറേഷൻ ദാറ്റ് ഹാപ്പൻ വിത്തിൻ എ മിനിറ്റ് ഡ്യൂറിങ് ദിസ് ടൈം. ഈ സമയം നിങ്ങൾ എത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്തു, ശ്വാസം അകത്തേക്ക് എടുത്തു എന്നുള്ളത് റെക്കോർഡ് ചെയ്യുക. നിങ്ങൾ റെസ്റ്റ് ചെയ്യുകയാണ്, ആ സമയത്ത് നിങ്ങളുടെ ഹേർട്ട് ബീറ്റ്, അതായത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്വാസം അകത്തേക്ക് എടുത്തു, ആ ഒരു ഇൻസ്പിറേഷൻസിൻ്റെ അളവ് എത്ര നമ്പർ എടുത്തു എന്നുള്ളത് രേഖപ്പെടുത്താം. റെക്കോർഡ് ദ ടൈം യൂസിങ് എ സ്റ്റോപ്പ് വാച്ച്. ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് 1 മിനിറ്റ് നിങ്ങൾ വയ്ക്കാം. ആ 1 മിനിറ്റിനുള്ളിലുള്ളത് മാത്രം നിങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി. ഇൻ ആൻ ഇൻ്റർവൽ ഓഫ് 1 മിനിറ്റ് റെക്കോർഡ് ദ നമ്പർ ഓഫ് ഇൻസ്പിറേഷൻ ടു മോർ ടൈംസ്. ഇതുപോലെ നിങ്ങൾ ഒരു മിനിറ്റ് ഇടവേളയിൽ 2 തവണ കൂടി എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് നോക്കാം. ദെൻ റെക്കോർഡ് ദ നമ്പർ ഓഫ് ഇൻസ്പിറേഷൻ ഓഫ് ദ 2 ചിൽഡ്രൻ ആഫ്റ്റർ റണ്ണിങ് ഫോർ 3 മിനിറ്റ് ആസ് മെൻഷൻഡ് എബോവ്. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു 3 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓടിയ ശേഷം തിരിച്ച് വന്നിട്ട് നിങ്ങളുടെ ഈ ഇൻസ്പിറേഷൻസിന് നിങ്ങൾ പിന്നീട് എത്രത്തോളം എങ്ങനെയാണ് ശ്വാസം അകത്തേക്ക് എടുക്കുന്നത് അതിൻ്റെ എണ്ണം നിങ്ങളൊന്ന് എഴുതി വയ്ക്കാം. ഇപ്പോൾ 2 ഇടത്ത് നിങ്ങൾ ചെയ്ത സെയിം റേറ്റ് ആയിരിക്കില്ല. നിങ്ങൾ നേരത്തെ, അതായത് നിങ്ങൾ 1 മിനിറ്റിനുള്ളിൽ വിശ്രമിച്ച സമയത്തെടുത്ത എണ്ണം ആവില്ല. ഇപ്പം നിങ്ങൾ ഓടിയിട്ട് വന്നിട്ട് രേഖപ്പെടുത്തുമ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം. കണ്ടിന്യൂ ടു റെക്കോർഡ് ദ നമ്പർ ഓഫ് ഇൻസ്പിറേഷൻസ് ഇൻ എവറി മിനിറ്റ് ടിൽ ദേ റീച്ച് ദ നോർമൽ കണ്ടീഷൻ. ഈ ഒരു സംഭവം നോർമൽ കണ്ടീഷനിലേക്ക്, സാധാരണ പൂർവ്വസ്ഥിതിയിൽ നിങ്ങൾ ഓടിയ ശേഷം നിങ്ങൾ ഭയങ്കര കിതയ്ക്കുമായിരിക്കുമല്ലോ. സോ നിങ്ങൾ നോർമൽ കണ്ടീഷനിലേക്ക് എത്തുന്ന വരെയുള്ള ആ ഒരു ഇൻസ്പിറേഷൻ്റെ എണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ മിനിറ്റിലും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ മിനിറ്റിൽ കൂടുതലായിരിക്കും, 2ാമത്തെ മിനിറ്റിൽ കുറഞ്ഞ് അങ്ങനെ അവസാനം പതുക്കെ നോർമൽ കണ്ടീഷനിലെത്തും. അതുകൊണ്ട് താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സാധാ റെസ്റ്റിലെടുത്ത സമയത്ത് നിങ്ങളുടെ എന്തായിരിക്കും, 2 കുട്ടികളുടെയും ഏകദേശം ഇപ്പോൾ കുറവായിരിക്കും ഇൻസ്പിറേഷൻസിൻ്റെ എണ്ണം. പക്ഷേ ഓടിയ ശേഷം, ആഫ്റ്റർ എക്സസൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തായിരിക്കും, കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ബ്രീത്തിങ് ചെയ്യാൻ തുടങ്ങും. ഭയങ്കരമായിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് അത് പതുക്കെ എന്ത് ചെയ്യും, നിങ്ങൾ പതുക്കെ കുറച്ച് കഴിയുമ്പോൾ അത് നോർമൽ ആവുകയും ചെയ്യും. കാരണം അതെന്താണെന്ന് താഴെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സിൻസ് മസ്കുലർ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ഡ്യൂറിങ് എക്സസൈസ് മോർ എനർജി ഈസ് റിക്വയർഡ്. നമ്മൾ എന്തെങ്കിലും കായിക വിനോദങ്ങളിൽ അല്ലെങ്കിൽ വ്യായാമങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മുടെ മസ്കുലർ ആക്ടിവിറ്റീസ്, നമ്മുടെ പേശി പ്രവർത്തനങ്ങൾ കൂടും. അതിനാൽ അപ്പോൾ നമ്മുടെ അതിനൊക്കെ കൂടുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരും. As more energy is required, the requirement of oxygen also increases. അപ്പോൾ നമുക്ക് കൂടുതൽ എനർജി ആവശ്യമുണ്ടെങ്കിൽ എനർജി എവിടെ നിന്ന് കിട്ടാൻ, നമുക്ക് എനർജി കിട്ടാനായിട്ട് നമുക്ക് ഓക്സിജൻ്റെ ആവശ്യകത വേണം. അപ്പോൾ ഓക്സിജൻ്റെ ആവശ്യകത കൂടും. Besides, more carbon dioxide has to be eliminated from the body. കൂടാതെ ശരീരത്തിൽ നിന്ന് കൂടുതൽ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളേണ്ടതായും വരുന്നു. This is the reason for the rate of increase of breathing, which is the first step of respiration. ഇതിനാലാണ് നമ്മൾ റെസ്പിറേഷൻ്റെ ഫസ്റ്റ് ഘട്ടമായിട്ടുള്ള ഇൻസ്പിറേഷൻ്റെ റേറ്റ് കൂടാൻ കാരണം. അപ്പോൾ നമ്മൾ സിംപ്ലി പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ ഒരു വ്യായാമോ അല്ലെങ്കിൽ വല്ല ഓടിയോ അങ്ങനെയൊക്കെ കളിക്കുമ്പോൾ നമ്മൾ വളരെയധികം നമ്മുടെ എനർജി നഷ്ടപ്പെടും. നമുക്ക് ഊർജ്ജം നഷ്ടപ്പെടില്ല. അപ്പോൾ ഊർജ്ജം നഷ്ടപ്പെടുമ്പോൾ ശരീരത്തിന് ഇനി കൂടുതലായിട്ട് ഊർജ്ജം ആവശ്യമായിട്ട് വരും. ഊർജ്ജം നമുക്ക് ആവശ്യമായിട്ട് വരാനായിട്ട്, എനർജി ആവശ്യമായിട്ട് വരാനായിട്ട് നമുക്ക് ഓക്സിജൻ്റെ ആവശ്യകത വേണം. ഓക്സിജൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് ബ്രീത്തിങ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആ ഇൻസ്പിറേഷൻസിൻ്റെ റേറ്റ് ആഫ്റ്റർ എക്സസൈസിന് ശേഷം നിങ്ങൾ നോക്കിയപ്പോൾ കൂടിയത്. കാരണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് വെന്റിലേഷൻ എന്താണെന്ന് നോക്കാം. മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ടു ലങ്സ് ആൻഡ് ബാക്ക് ഈസ് കോൾഡ് ആസ് വെന്റിലേഷൻ. നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ അകത്തേക്ക് ലങ്സിലേക്ക് എൻട്രി ചെയ്യുന്ന പ്രോസസ്സും അതുപോലെ തന്നെ തിരിച്ച് ആവശ്യമില്ലാത്ത കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് തള്ളുന്ന ഒരു പ്രോസസ്സും ഉണ്ടല്ലോ. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് വെന്റിലേഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ വെന്റിലേഷനിൽ 2 സ്റ്റേജസ് ആണ് ഉള്ളത്. ഇൻസ്പിറേഷനും എക്സ്പിറേഷനും. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ വേറൊരു പേരും പറയും, ഇൻഹലേഷൻ എന്നും പറയും. ദ പ്രോസസ് ബൈ വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ ലങ്സ്. അറ്റ്മോസ്ഫിയറിക് എയർ ലങ്സിനകത്തേക്ക് കടക്കുന്ന പ്രക്രിയനെയാണ് നമ്മൾ പറയുന്നത് ഇൻസ്പിറേഷൻ എന്ന്. അതായത് നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്ന പ്രോസസ്സ്. അതുപോലെ എക്സ്പിറേഷൻ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ദ പ്രോസസ് ബൈ വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ എന്തായിരിക്കും,
എക്സ്പെൽ ഫ്രം ദ ലങ്സ് ആയിരിക്കും അല്ലേ. ലങ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായിരിക്കും പോകുന്ന പ്രോസസ്സിനെയാണ് എക്സ്പ്രേഷൻ എന്ന് പറയുക, അഥവാ എക്സ്ഹലേഷൻ എന്ന് പറയാം. ഇതിൽ നമ്മൾ സഹായിക്കുന്നത് ഇൻ്റർകോസ്റ്റൽ മസിൽസും റിബ്സും ഡയഫ്രമാണ്. ഫിഗർ 3.1 നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഡയഫ്രം എവിടെ കാണുന്നത്? ഏറ്റവും താഴെ കാണുന്നതാണ് ഡയഫ്രം. അതൊരു ഇലാസ്റ്റിക് നേച്ചറുണ്ട്. അത് ഉയരുകയും താഴുകയും ഒക്കെ ചെയ്യും. നമ്മൾ ശ്വാസം അകത്തേക്കും പുറത്തേക്കും ഇടുന്നതനുസരിച്ച് ഇവർ 3 പേർക്കും എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റങ്ങളാണ് താഴെ കൊടുത്തേക്കുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കണം. താഴെ ഇൻസ്പിറേഷനിൽ എന്താ നടക്കുന്നത്, ഇവർക്ക് 3 പേർക്ക് എന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവരുടെ പ്രവർത്തനം മൂലമാണ് നമുക്ക് വായുവിന് അഥവാ നമ്മുടെ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും അകത്തേക്ക് കിടക്കാനും പുറത്തേക്ക് പോകാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇൻസ്പിറേഷൻ സമയത്ത് നമ്മുടെ എയർ അകത്തേക്ക് കിടക്കുകയാണ് അല്ലേ. അകത്തേക്ക് കിടക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമായിട്ടുള്ള ലങ്സ് അല്ലേ, നമ്മുടെ ലങ്സിനെ സജ്ജീകരിക്കേണ്ടതുണ്ട്. എങ്ങനെ അതിനെ നോക്കുന്നതെന്ന് നോക്കാം. ഈ എയർ എൻട്രി ചെയ്യണ സമയത്ത് ഇൻ്റർകോസ്റ്റൽ മസിൽസ് കൺട്രാക്ട് ചെയ്യും. റിബ്സ് ആണെങ്കിൽ ഉയരും, റൈസ് ചെയ്യും. ഡയഫ്രം ആണെങ്കിലോ കൺട്രാക്ട് ചെയ്യും. ഓക്കെ, അതായത് ഇൻ്റർകോസ്റ്റൽ മസിൽസ്, അതായത് നമ്മുടെ റിബ്സ് വാരിയലുകൾക്ക് ഇടയിൽ കാണുന്ന ആ മസിൽസ് ഇങ്ങനെ ചുരുങ്ങി മുകളിലേക്ക് ഇങ്ങനെ ഉയരും. ഡയഫ്രം മുകളിൽ ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ ഉള്ളിലേക്ക് അവരൊരു ബലൂൺ വീർപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ അങ്ങനെ വീർത്ത് വരുന്നൊരു അവസ്ഥയാണ് കേട്ടോ. അകത്തേക്ക് നിറയുന്നതനുസരിച്ച് ലങ്സ് വീർക്കാണ് അല്ലേ. അതുപോലെ ഇൻ്റർകോസ്റ്റൽ മസിൽസിന് കൺട്രാക്ട് ചെയ്യും. റിബ്സ് ആണെങ്കിൽ മുകളിലേക്ക് ഉയരും, ഡയഫ്രം കൺട്രാക്ട് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ലങ്സിൻ്റെ അകത്തുള്ള സ്പേസ് കൂടും. മനസ്സിലാവുന്നുണ്ടോ? നോക്കിക്കേ, താഴെ ഒരു ബോക്സ് കണ്ടോ, ഇൻസ്പിറേഷൻ്റെ അവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? ആക്ഷൻ ഓഫ് ഇൻ്റർകോസ്റ്റൽ മസിൽസിന് എന്താ സംഭവിക്കുന്നത്? അത് കൺട്രാക്ട് ചെയ്യും. മൂവ്മെൻറ്റ് ഓഫ് റിബ്സ് റൈസ് അല്ലേ, മുകളിലേക്ക് ഉയരും. ചേഞ്ച് ദാറ്റ് ഒക്കർ ദ ഡയഫ്രത്തിന് എന്താ സംഭവിക്കുന്നത്? അതും കൺട്രാക്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തൊറാസിക് കാവിറ്റി, അതായത് അതിനകത്തുള്ള ആ ഒരു കാവിറ്റി അഥവാ എന്ത് സംഭവിക്കും? അത് അതിൻ്റെ വോളിയം കൂടും. പ്രഷർ അപ്പോൾ വോളിയം കൂടുകയാണെങ്കിൽ പ്രഷർ അവിടെ കുറയും. വോളിയം പ്രഷറും നേരെ ഓപ്പോസിറ്റാണെന്ന് വിചാരിച്ചിരിക്കുക. വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയാണ്. അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് എയർ എങ്ങോട്ടായിരിക്കും? ലങ്സിൻ്റെ അകത്തേക്കായിരിക്കും. എയർ എൻറ്റേഴ്സ് ടു ദ ലങ്സ് ആയിരിക്കും. എക്സ്പ്രേഷൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ ഉയർന്ന അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്തിട്ടുള്ള ഇൻ്റർകോസ്റ്റൽ മസിൽസ് തിരിച്ച് അതിൻ്റെ പൊസിഷനിൽ തന്നെ വരും. റിബ്സ് ആണെങ്കിൽ ലോവേഴ്സ് അതൊക്കെ പഴയ പോലെ തന്നെ പൊങ്ങിയത് താഴത്തോട്ട് വരും. ഡയഫ്രം ആണെങ്കിലോ അതിൻ്റെ ഒറിജിനൽ കണ്ടീഷനിലേക്ക് വരും. അങ്ങനെ വരുമ്പോഴേക്കും അത് വീർത്തിരുന്ന ആ ലങ്സ് ചുരുങ്ങുകയാണ്. സോ അതിൻ്റെ വോളിയം സംഭവിക്കും? തൊറാസിക് കാവിറ്റി വോളിയം കുറയും. പ്രഷർ അപ്പം കൂടും. കുറഞ്ഞിരിക്കുന്നിടത്ത് ഭയങ്കര പ്രഷറായിരിക്കും. ആ പ്രഷർ കാരണം അതിനകത്തുള്ള, അതായത് അങ്ങനെ അകത്തുള്ള കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ ചുരുക്കുകയാണല്ലോ, ആ പ്രഷർ കാരണം ആ പുറത്തേക്ക് അതിനകത്തുള്ള എയർ പുറത്തേക്ക് പോകും. എയറിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ്? ലങ്സിൽ നിന്ന് പുറത്തേക്കായിരിക്കും. എക്സ്പെൽ ഫ്രം ദ ലങ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഇൻസ്പിറേഷനും എക്സ്പ്രേഷനും ചേരുന്നതാണ് നമ്മൾ വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഈ സമയത്ത് എന്താ നടക്കണതെന്ന് നമുക്ക് മനസ്സിലായാലോ. ഈ സമയത്ത് നടക്കുന്ന ഈ ഇൻ്റർകോസ്റ്റൽ മസിൽസിനും നമ്മുടെ റിബ്സിനും ഡയഫ്രത്തിനും എന്താണ് ചേഞ്ച് ഉണ്ടാകുന്നത്, അതിന് ചേഞ്ച് വരുമ്പോൾ നമ്മുടെ തൊറാസിക് കാവിറ്റിക്ക് എന്ത് ചേഞ്ച് വരുന്നത്, പ്രഷറിൽ എന്താ ചേഞ്ച് വരുന്നത്, ആ സമയത്ത് എയർ എങ്ങോട്ടായിരിക്കുമെന്ന് നന്നായിട്ട് പഠിച്ചിരിക്കുക. ഇതിലൊന്ന് പഠിക്കുക. ഒന്നുകിൽ ഇൻസ്പിറേഷൻ നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് മറ്റേത് എന്തായിരിക്കും അതിന് ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതാൻ എളുപ്പമായിരിക്കും. രണ്ടും കാണാതെ പഠിക്കുന്നേക്കാളും ചിലപ്പോൾ ഒരെണ്ണം നന്നായിട്ട് പഠിക്കാം. എന്നിട്ട് മറ്റേതാണ് ഇത് ചോദിക്കണമെങ്കിൽ നമുക്ക് എക്സ്പ്രഷൻ ചോദിക്കണം. ഒരാൾ ഞാൻ പഠിച്ചത് ഇൻസ്പിറേഷനാണ്, അപ്പോൾ എക്സ്പ്രഷൻ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ആ പറഞ്ഞ കാര്യം ഇൻസ്പിറേഷനിൽ എന്താണെന്ന് ആലോചിക്കുക, എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് പറയുക. മനസ്സിലായോ? അല്ലെങ്കിൽ ചിലപ്പം ഇങ്ങനെ ബോക്സ് വന്നിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. നന്നായിട്ട് ഇത് പഠിക്കാം. അപ്പോൾ നമ്മൾ വെന്റിലേഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് ഈ പറഞ്ഞ എയർ അകത്തേക്ക് കടന്നിട്ട് എവിടേക്ക് എത്തുന്നത്? നമ്മുടെ ആൽവിയോളസിലാണല്ലോ എത്തുന്നത്. ആൽവിയോളസിൽ നിന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ ഗ്യാസിന് എവിടെ എത്തണം? അതായത് എവിടെയാണോ അത് എത്തേണ്ടത്? സെല്ലിനകത്തേക്ക് എത്തണം അല്ലേ. സെല്ലിനകത്ത് ചെന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? എനർജി പ്രൊഡക്ഷനൊക്കെ നടക്കുന്നത്. ഈ ഓക്സിജനൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മളത് പല കാര്യങ്ങൾ നമ്മുടെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് വേണ്ട എനർജി ഊർജ്ജം വേണ്ടേ? അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഈ ഓക്സിജനൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച്
കളയുകയും വേണം. അതാണല്ലോ റെസ്പിറേറ്ററി സിസ്റ്റം ചെയ്യുന്നത്. സോ നമുക്കിവിടെ ആൽവിയോളസിൽ വരെ ഓക്സിജൻ എത്തി എന്നറിയാം. അവിടെ നിന്ന് എങ്ങനെയാണ് സെല്ലിനകത്തേക്ക് എത്തുന്നത് എന്ന് നമുക്ക് പഠിക്കണം. അപ്പോൾ അടുത്തത് ആൽവിയോളർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്നാണ് പഠിക്കുന്നത്. അത് ആൽവിയോളസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗ്യാസസ് ബ്ലഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും കൂടുതൽ, കാരണം സെല്ലിനകത്തുനിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ ഉണ്ടാവും. നമ്മുടെ പുറത്തുനിന്ന് വരുന്ന ഓക്സിജൻ എവിടെയായിരിക്കും, ആൽവിയോളസിലായിരിക്കും ഉണ്ടാവുക കൂടുതലും. അപ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. എന്തിൻ്റെ ബേസിലാണെന്നറിയോ, എന്തിൻ്റെ ബേസിലാണ്, ഡിഫ്യൂഷൻ. എന്താണ് ഡിഫ്യൂഷൻ്റെ ഇതിൽ നമുക്കറിയാം, ഡിഫ്യൂഷൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഗ്യാസ് എന്ത് ചെയ്യും, കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ആ ഒരു പ്രോസസ്സ് നമ്മൾ എന്താ പറയുന്നത്, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. നമുക്ക് നോക്കാം. ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ചിനെ നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. വാട്ടറിൻ്റെ ആണെങ്കിൽ നമ്മൾ ഓസ്മോസിസ് എന്നല്ല പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇവിടുത്തെ ഇത് നോക്കാം കേട്ടോ. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഒക്കൂർ ബിറ്റ്വീൻ alveoli and the blood in the capillaries which covers them. How does this process take place? Analyze the illustration 3.3 as per the indicators. Form inferences based on the discussion and prepare short notes. ഇവിടെ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 3.3 എന്ന് പറഞ്ഞ ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ആൽവിയോളയിൽ നിന്ന് ബ്ലഡ് കാപ്പിലറീസിലേക്ക്, അതുപോലെ അതിൽ നിന്ന് തിരിച്ചുമ്പോൾ എങ്ങനെയാണ് ഗ്യാസിൻ്റെ എക്സ്ചേഞ്ച് എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, ആൽവിയോളയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബോട്ടിൽ പോലെ ഇരിക്കുന്ന ഒരു ഭാഗം കണ്ടില്ലേ, അതിനകത്ത് കുറേ ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ആകെ ഒരെണ്ണം കണ്ടേ ഉള്ളൂ അല്ലേ. അതാണെന്ത്, ആൽവിയോളസ് അല്ലേ. ഈ ആൽവിയോളസിന് ചുറ്റും എന്തുണ്ട്, ഒരു സിംഗിൾ ലെയർ സെൽസാണ് ഉള്ളത് അല്ലേ. അതിൻ്റെ വോൾ എങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്, മേഡപ്പ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇനി തൊട്ട് താഴെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട് അല്ലേ, ബ്ലഡിനെ വഹിച്ചുകൊണ്ട് പോകുന്ന കുഴലുകളുണ്ട്. അതിൻ്റെ വോൾ എങ്ങനെയാണ്, അവിടെയും സിംഗിൾ ലെയർ ഓഫ് സെൽസും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ രണ്ടിനും സിംഗിൾ ലെയർ യൂസ് ചെയ്തത്, കാരണം ഇവർ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ, അടുത്തടുത്ത് വരുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഡബിൾ ലെയർ ആണെങ്കിൽ എന്ത് വരും, മൊത്തത്തിൽ 4 ലെയർ കടന്ന് വേണം അങ്ങോട്ട് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതായത് ഇതിൻ്റെയും അതിൻ്റെയും കടന്ന് അവിടെ അകത്തേക്ക് കിടക്കണ്ടേ, അപ്പോൾ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അത്രയും ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ സെൽസ് എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്, സിംഗിൾ ലെയർ ഓഫ് സെൽസും കൊണ്ടാണ് ഇവരുടെ വോള് തയ്യാറാക്കിയേക്കുന്നത്, ഇവരുടെ ചുറ്റുള്ള വോൾസ് തയ്യാറാക്കിയേക്കുന്നത്. പിന്നെ നോക്കിക്കേ, താഴെ കൊടുത്തത് ആൽവിയോളർ ബ്ലഡ് കാപ്പിലറീസ് ആണ്. ആൽവിയോളസിന് ചുറ്റും കുറേ ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. നമ്മൾ ആദ്യ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പുറത്തുനിന്ന് ഓക്സിജൻ എന്ത് ചെയ്യണം, അകത്തേക്ക് റെഡ് കളർ ആരോമാർക്കിൽ കണ്ടല്ലോ, ഓക്സിജൻ എൻട്രി ചെയ്യണം അല്ലേ. എന്നിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ആൽവിയോളസിൻ്റെ ഉള്ളിൽ ആരാ കൂടുതൽ, ഓക്സിജൻ അല്ലേ കൂടുതൽ, O2 ഇങ്ങനെ ഇഷ്ടം പോലെ ഇരിക്കില്ലേ. CO2 ആണെങ്കിൽ അവിടെ അധികം ഇല്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, അപ്പോൾ ഈ ബ്ലഡിൽ നോക്കിക്കുക ആരാ കൂടുതൽ, CO2 അല്ലേ കൂടുതൽ, ഓക്സിജൻ അധികം ഉണ്ട് ഇല്ല, CO2 ആണ് കൂടുതൽ. സോ CO2 കൂടുതലുള്ളതുകൊണ്ട് തന്നെ CO2 ആയിരിക്കും കൂടുതൽ കേട്ടോ. ആ O2 കൂടുതലുണ്ടെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ അത് O2 അവിടെ നിന്ന് വന്നതാണ്, കൂടുതലുള്ളിടത്തും വന്നതായിട്ടാണ് അവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ CO2 എവിടെയുള്ളത്, ബ്ലഡിനകത്തുള്ള RBCയിലാണ് ഈ CO2 കാണുന്നത്. എന്താണ്, ബ്ലഡിനകത്തുള്ള RBC ആണ്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടല്ലോ, അവരാണ് എന്ത് ചെയ്യുന്നത്, അതിനകത്തുള്ള ഹീമോഗ്ലോബിൻ എന്നൊക്കെ പറയും, നമുക്ക് പഠിക്കാം. അവരാണ് ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡിനെയും ഓക്സിജനെയൊക്കെ വഹിച്ചുകൊണ്ട് പോകുന്നത്. ഇവരെന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലും ബ്ലഡിലാണ്. അപ്പോൾ ബ്ലഡിൽ ഹൈ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് കൂടുതലുള്ള ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും, കുറഞ്ഞ ഭാഗം അതായത് ആൽവിയോളസിലേക്ക് ഈ ഓക്സിജൻ അങ്ങോട്ട് എൻട്രി ചെയ്യും. സോ എങ്ങോട്ട് വന്നു, അങ്ങനെ ആൽവിയോളസിൽ കാർബൺ ഡൈ ഓക്സൈഡ് എത്തി, അതെന്ത് ചെയ്യും, നേരെ പുറത്തേക്ക് പോകും. അങ്ങനെ ലങ്സിലെത്തും. ലങ്സ് വഴി എന്ത് ചെയ്യും, നമ്മൾ സാധാരണ നോസ് വഴിയൊക്കെ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ബ്രീത്ത് ഔട്ട് ചെയ്യില്ലേ, അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകും. നമ്മൾ ബ്രീത്തിങ് ചെയ്ത ഓക്സിജൻ എന്ത് ചെയ്യും, ആൽവിയോളസിലെത്തി, അവിടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ബ്ലഡിലാണെങ്കിൽ കുറവാണ്. അപ്പോൾ കൂടുതലുള്ളിടത്ത് നിന്ന് കുറഞ്ഞെടുത്ത്, അതായത് ആൽവിയോളസിൽ നിന്ന് ബ്ലഡ് കാപ്പിലറീസിലേക്ക് എൻട്രി ചെയ്യും ഓക്സിജൻ. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, ഈ RBC തന്നെ എന്ത് ചെയ്യുകയാണ്, അതിനെ എവിടെയാണ് എത്തിക്കേണ്ടത്, ഓരോ സെല്ലിലും കൊണ്ടെത്തിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ഇൻഹേൽഡ് ആൻഡ് എക്സ്ഹേൽഡ് എയർ. നമ്മൾ പുറത്തേക്ക് ഇടുന്നതും അകത്തേക്ക് ഇടുന്നതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യണത്. മെയിനായിട്ട് നമ്മൾ പുറത്തേക്ക് വിടുന്ന എന്താണ്
ആ എയറിലാണ് എന്തുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്. അതറിയാനായിട്ട് ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇവിടെ നോക്കിയാൽ എക്സ്പെരിമെൻ്റ് സെറ്റപ്പ് നോക്കിക്കേ, 2 ടെസ്റ്റ് ട്യൂബ് വെച്ചിട്ടുണ്ട്. ആ 2 ടെസ്റ്റ് ട്യൂബ്, ആ ബിയും സി എന്ന് പറയുന്നത് 2 ടെസ്റ്റ് ട്യൂബാണ്. അതിനകത്ത് എന്താ എടുത്തേക്കുന്നത്, ഒന്നെങ്കിൽ ലൈം വാട്ടർ, ചുണ്ണാമ്പ് വെള്ളമോ അല്ലെങ്കിൽ എന്താണ് ഹൈഡ്രജൻ കാർബണേറ്റ് സൊല്യൂഷൻ എടുക്കാം. ആ രണ്ടിലും എന്ത് ചെയ്തിട്ടുണ്ട്, 2 എന്താണ് പറഞ്ഞിട്ടുള്ളത് സ്ട്രോ വെച്ചിട്ടുണ്ട്. രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്ട്രോയും വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എക്യുപ്മെൻ്റ് എ എന്ന സ്ഥലത്ത് നമ്മൾ എന്താണ് ബ്രീത്ത് ചെയ്യാണ്. ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം നന്നായിട്ട് വലിച്ചിട്ട് പുറത്തേക്ക് ബ്രീത്ത് ചെയ്യുന്ന ശ്വാസം നന്നായിട്ട് വലിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇടാം. ആ പുറത്തേക്ക് വിടുന്ന എയർ അതിലൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലൈം വാട്ടറിനെ അത് എന്താക്കുമെന്ന് അറിയോ, ടേൺസ് മിൽക്കി ആക്കും, അതിനെ പാൽ നിറമാക്കും. നമ്മുടെ നമ്മൾ പുറത്തേക്ക് വിട്ട എയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രത്യേകത ഉണ്ട്, എന്താണ്, അതിനെ ചുണ്ണാമ്പ് വെള്ളത്തിനെ പാൽ നിറമാക്കാനുള്ള കഴിവുണ്ട്. സോ ലൈം വാട്ടർ എന്ത് ചെയ്യുന്നറിയോ, എന്താണ് ലൈം വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് എന്തായി മാറും, ടേൺസ് മിൽക്കിയായി മാറും. ടേൺസ് മിൽക്കി ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അതിലൂടെ പാസ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഹൈഡ്രജൻ കാർബണേറ്റ് ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ആ സൊല്യൂഷൻ എന്തായി മാറും, റെഡിൽ നിന്ന് യെല്ലോ ആയി മാറും. എന്താണ്, റെഡിൽ നിന്ന് യെല്ലോ കളറായിട്ട് മാറും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിലൂടെ പാസ് ചെയ്താരാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രത്യേകതയാണ് എന്ത്, ലൈം വാട്ടറിനെ മിൽക്കി ആക്കുകയും അല്ലെങ്കിൽ എന്താണ് ഹൈഡ്രജൻ കാർബണേറ്റ് സൊല്യൂഷനെ യെല്ലോ കളറിലേക്ക് ആക്കുകയും ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി എന്താണ് അതിലൂടെ പാസ് ചെയ്ത ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന്. സോ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.